Hey guys, welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി റെസിപ്പി ആയിട്ടാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ബീഫ് 1 ഇഞ്ച് കട്ടിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 kg ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ 1 ഇഞ്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി പൗഡറാണ്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാധാരണ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 80 to 90% വരെ ഇത് കുക്കാവുന്നത് വരെ നമ്മൾ വിസിലടിച്ചിട്ട് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു വിസിലടിക്കുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ഞാനൊരു 3 വിസിലടിച്ചപ്പോൾ തന്നെ ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കുക്കേ പാടുള്ളൂ, ഓവറായിട്ട് കുക്കാവരുത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യുന്നത് പോലെ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എഗ്ഗിന് പകരമായിട്ട് നമ്മൾ കോൺഫ്ലവർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം ചതച്ചതും പിന്നെ 1 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി പൗഡറും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബീഫ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒരു സ്മൂത്ത് പേസ്റ്റ് ആവുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ക്രീമി ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. ലൂസും അല്ല എന്നാൽ നല്ലതുപോലെ തന്നെ തിക്കും അല്ലാത്ത ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റെഡ് കളർ ഫുഡ് കളറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ മസാലയൊക്കെ എല്ലായിടത്തും ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം പിന്നെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബീഫ് കുക്കാവില്ല, പുറത്ത് മാത്രം ഒന്ന് കുക്കാവുള്ളൂ. അപ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് ലോ ഫ്ലെയിമിൽ വേണം ഇനിയിട്ട് കുക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു വേറെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ നിന്നും എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അപ്പോൾ നിങ്ങൾ ബീഫ് ചില്ലി എടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് ഹാഫായി കീറിയതും ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ട് 1/2 മിനിറ്റ് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആണ് നമ്മളിതിൽ നിന്ന് എടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.